ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. പ്രിയ സഹോദര സഹോദരി, അന്ന് യേശുക്രിസ്തു വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം കേൾക്കേണ്ടതിന് പകരമായിട്ട് സൗഖ്യം സൗഖ്യം സൗഖ്യമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തിനാണ് തിക്കുന്നത്? ലൈനായിട്ട് നിൽക്കുക, എല്ലാവരെയും സൗഖ്യപ്പെടുത്താമെന്ന് യേശുവിന് പറയുവാൻ കഴിഞ്ഞില്ല. അവൻ അവരെ കണ്ടു പറയുകയാണ്, ഇവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്തിനു വേണ്ടി വന്നുവെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ ശാരീരികമായ സൗഖ്യം മാത്രം എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ആത്മസംബന്ധമായ രക്ഷയല്ലേ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ എന്തിനു വന്നുവെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. വശത്തേക്ക് നോക്കി. അപ്പോഴെന്താണ് കണ്ടത്? പത്രോസും തന്നോടൊപ്പമുള്ള ആളുകളും വല കഴുകുകയാണ്. വല കഴുകുന്നതായിട്ട് കാണുവാൻ ഇടയായി. മത്സ്യം പിടിക്കുവാനായിട്ട് പോയി തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ചപ്പുചവറുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതായ വലകൾ ശുദ്ധിയാക്കുകയാണ്. അങ്ങനെ ശുദ്ധിയാക്കുന്ന വ്യക്തികളിൽ ആരാണ് ഉള്ളത്? നോക്കിയപ്പോൾ പത്രോസിനെ കണ്ടു. പത്രോസിനെ കണ്ട ഉടൻ തന്നെ യേശു എന്താണ് ചെയ്തത്? പത്രോസേ, നിന്റെ പടകിൽ ഞാൻ ഇരുന്നോട്ടെ, നിന്റെ ആ പടക് അല്പം മുൻപോട്ടൊന്ന് നീക്കാമോ എന്ന് ചോദിച്ചു. ആ വെള്ളത്തിലേക്ക് അല്പം നീക്കാമോ? എന്തുകൊണ്ടെന്നാൽ ഈ ജനമെന്നെ മനസ്സിലാക്കുന്നില്ല. അവർ സൗഖ്യത്തിനു വേണ്ടിയാണ് നോക്കുന്നത്, എന്നാൽ ഞാൻ പറയുന്ന വചനം അവർ കേൾക്കുന്നതേയില്ല. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? വചനം വേണം, സുവിശേഷം വേണം. അതവർ കേൾക്കണം. അതുകൊണ്ട് തിക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് യേശു ദൂരെ മാറി നിന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. നീ വരത്തിനു വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം നിന്നിൽ നിന്നും അകന്നു മാറും. വരം നൽകുന്ന ദൈവത്തിനു വേണ്ടി നീ വരികയാണെങ്കിൽ എൻ്റെ അരികിൽ വരിക, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും വരുമെന്ന് പറയും. ഒരടി മുൻപോട്ട് വരും. മനസ്സിലാക്കുക, അന്ന് വിടുതലിനു വേണ്ടി തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വചനം കേൾക്കുന്നതിൽ താല്പര്യമില്ലാതെയിരുന്നപ്പോൾ യേശു എന്തു ചെയ്തുവെന്നറിയാമോ? അവിടെ നിന്നും അല്പം മാറിയിട്ട് ആ പടകിലിരുന്ന് വെള്ളത്തിൽ നിന്ന് അല്പം മുൻപോട്ട് നീക്കണം എന്ന് പറഞ്ഞു. കാരണം വെള്ളത്തിൽ അല്പം മുൻപോട്ട് നീക്കുകയാണെങ്കിൽ അവർ പിന്നെ അങ്ങോട്ട് കടന്നു വരില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് എന്ന് എന്താണ് ആഗ്രഹിച്ചത്? ഈ ജനം എല്ലാവരും രക്ഷയുടെ സുവിശേഷം കേൾക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അവൻ നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുവാൻ വേണ്ടി വന്നതായിരിക്കുന്നതുകൊണ്ട് ആ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. വചനം കേൾക്കാതെ ആളുകൾ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്നും അകന്നു മാറി വചനം പറഞ്ഞു. അങ്ങനെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസും ബാക്കിയുള്ള ആളുകളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലയിലുള്ള ചപ്പുചവറുകളൊക്കെ മാറ്റി അത് വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പത്രോസിനെ നോക്കിക്കൊണ്ട്, പത്രോസേ, നിന്റെ തോണി, ആ പടക് അല്പം ആഴത്തിലേക്ക് കൊണ്ടുപോക. എന്തിനാണ് കർത്താവേ? എന്തിനു വേണ്ടിയാണെന്നോ? അതിൽ മത്സ്യം പിടിക്കാം, ആഴത്തിലേക്ക് കൊണ്ടുപോക. കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒരു മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു മീൻ പോലും കിട്ടിയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസ് അവിടെ തൻ്റെ വല ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം പലവിധമായ ചപ്പുചവറുകൾ വലയിൽ പിടിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പത്രോസും പത്രോസിൻ്റെ കൂടെയുള്ള ആളുകളും രാവ് മുഴുവൻ എന്താണ് ചെയ്തിരുന്നത്? മത്സ്യം പിടിക്കാനായി ശ്രമിച്ചെന്നാൽ ഒരു മത്സ്യത്തിനെ പോലും അവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? കാരണം എന്താണ്? മീൻ പിടിക്കാൻ അവർക്ക് അറിയുകയില്ലേ? അറിയാം. മീൻ കിട്ടുന്ന സീസൺ അല്ലയോ? സീസണാണ്. ഗലീലിയ സമുദ്രത്തിൽ എല്ലായ്പ്പോഴും മീനുണ്ട്. എപ്പോഴും മീൻ കിട്ടുന്നതായ ഗലീലിയ സമുദ്രത്തിൽ എപ്പോഴും മീൻ പിടിക്കുന്നവരായ പത്രോസിനും പത്രോസിന് കൂടെയുള്ളതായ ആളുകൾക്കും എന്തുകൊണ്ടാണ് മത്സ്യം ലഭിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ഒരു മത്സ്യത്തെ പോലും പിടിക്കുവാനായിട്ട് കഴിയാതിരുന്നത്? രാവ് മുഴുവനും അധ്വാനിച്ചിട്ടും. ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഒരുപാട് അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല? എത്രയോ മുതൽ മുടക്കുന്നു, 1 രൂപ പോലും ലാഭമില്ല. എത്രയോ അധ്വാനിക്കുന്നു, എന്നാൽ യാതൊരു ഫലവും ലഭിക്കുന്നില്ല. ആശ നിരാശയായിട്ട് മാറിപ്പോവുകയാണ്. എല്ലും നുറുങ്ങി പണിയെടുക്കുന്നു, വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നു, എന്നാൽ കയ്യിൽ 1 രൂപ പോലും ബാക്കിയില്ല. കാരണം എന്താണ്? എന്തായിരിക്കും? ഇന്ന് നാം അത് മനസ്സിലാക്കണം. എന്താണ് സംഭവിച്ചത്?
നിരാശയുടെ വക്കിൽ, ആകുലതയുടെ വക്കിൽ. അവരുടെ വള്ളങ്ങൾ ശൂന്യമാണ്, അവരുടെ വലകൾ ശൂന്യമാണ്. വിശന്ന് വലയുകയാണ്, നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മത്സ്യം പിടിക്കുവാൻ പോയ വ്യക്തിക്ക് ഒരു മത്സ്യത്തെ പോലും ലഭിച്ചില്ല. ചപ്പുചവറൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ വീണ്ടും പോകണമല്ലോ. നാളെ വീണ്ടും മത്സ്യം പിടിക്കുവാനായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചപ്പുചവറും മാലിന്യമൊക്കെ ശുദ്ധിയാക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലകൾ ശുദ്ധിയാക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവൻ പള്ളിയിൽ നിന്നു ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവനവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 17-ാം വാക്യം. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരുടെ കൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും ആന്ത്രിയാസും യേശുക്രിസ്തുവിന്റെ വിളിയെ സ്വീകരിച്ചു. യേശു കർത്താവ് അവരെ വിളിച്ചു, തന്റെ ശിഷ്യന്മാരായിരിക്കാൻ പറഞ്ഞു, തന്റെ കൂടെ വേല ചെയ്യാൻ പറഞ്ഞു, തന്റെ കൂടെ ശുശ്രൂഷയിൽ സഹായിപ്പാൻ വരാൻ വേണ്ടി പറഞ്ഞു. അവർക്കുള്ള സകലതും വിട്ടിട്ട് യേശുക്രിസ്തുവിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനുഗമിച്ചു. അങ്ങനെ അവർ കടന്നു വന്നതിന് ശേഷം യേശുക്രിസ്തുവുമായിട്ട് അവർക്ക് നല്ലൊരു ബന്ധമുണ്ടായതുകൊണ്ടാണ് യേശുക്രിസ്തു ഏത് വീട്ടിലാണ് പോയത്? പത്രോസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്താണ് കാണുന്നത്? 29-ാമത്തെ വാക്യം, മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ അതേ 29-ാമത്തെ വാക്യം. അനന്തരം അവർ പള്ളിയിൽ നിന്നും ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. സൗഖ്യം നേടിയതിനു ശേഷം അവർ എന്താണ് ചെയ്തത്? ശുശ്രൂഷ ചെയ്തു. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് സ്ത്രീ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ എന്താണ്, പുരുഷന്മാർ ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്താണെന്ന്. വചനം മനസ്സിലാക്കിയതായ ആളുകൾ സ്ത്രീകൾ ചെയ്യേണ്ടതായ ശുശ്രൂഷ അവരും ചെയ്യും, പുരുഷന്മാർ ചെയ്യേണ്ടതായ ശുശ്രൂഷ പുരുഷന്മാരും ചെയ്യും. ആ ദിവസം സൗഖ്യം പ്രാപിച്ചതായ ശിമോന്റെ അമ്മായിയമ്മ കടന്നു വന്ന ദൈവദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്തു. അവർക്ക് ആഹാരമൊക്കെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, യേശു വിളിച്ചതിന് ശേഷമാണ്, ദൈവവേലയ്ക്ക് വന്നതിന് ശേഷമാണ്, അവരുടെ വള്ളവും വലയുമൊക്കെ ഉപേക്ഷിച്ച് വന്നതിന് ശേഷമാണ് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കിട്ടിയത്. റൈറ്റ്. ഇപ്പോൾ ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? വീണ്ടും വായിക്കുകയാണ്. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാൽ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എന്താണ് ചെയ്തത്? അവർക്ക് സൗഖ്യം കൊടുക്കുവാനിടയായി, അവരെ സുഖപ്പെടുത്തി. ഇപ്പോഴും എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പത്രോസും അന്ത്രയാസും യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യന്മാരാണോ അല്ലയോ? ഉറക്കെ പറയുക. ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ അവർ എന്താണ് ഉപേക്ഷിച്ചത്? വലകൾ ഉപേക്ഷിച്ചു, വ്യാപാരം ഉപേക്ഷിച്ചു, അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. നല്ല കാര്യം. 5-ാം അധ്യായത്തിൽ എന്താണ് നടക്കുന്നത്? യേശുക്രിസ്തു സമുദ്രതീരത്ത് നിന്ന് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ തിക്കിത്തിരക്കുകയാണ്. കാരണം എന്താണ്? യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനം തിക്കിത്തിരക്കാതെ അവരെ നിയന്ത്രിക്കുവാനുള്ളതായ സഹായികളാകട്ടെ ശിഷ്യന്മാരാകട്ടെ ആരും തന്നെ യേശുവിന് അവിടെ ഇല്ലായിരുന്നു. പത്രോസും അന്ത്രയാസും യാക്കോബും യോഹന്നാനും ഒക്കെ ദൈവവേല ചെയ്യുവാനായിട്ട് വന്നവരല്ലേ? പിന്നെ ഇവരെവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? അവർ യേശുവിനെ വിട്ടിട്ട് പിറകോട്ട് പോയിരുന്നു. ദൈവവേലയ്ക്കായി തിരഞ്ഞെടുപ്പ് കിട്ടിയപ്പോൾ, ദൈവവേല ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങി വന്നപ്പോൾ എന്തു സംഭവിച്ചുവെന്നറിയില്ല. കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമായിട്ട് അവർ യേശുവിനെ വിട്ടുമാറി, കർത്താവിൻ്റെ ശുശ്രൂഷയും വിട്ടുമാറി. എന്താണോ അവർ ഉപേക്ഷിച്ചത്, ഏത് വ്യാപാരമാണോ, ഏത് ജീവിത രീതിയാണോ നേരത്തെ വിട്ടുകളഞ്ഞത്, അത് തന്നെ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്നു അവനോട് അപേക്ഷിച്ചു. പത്രോസ് വല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ രാത്രി എന്തു ചെയ്തിരിക്കാം? മത്സ്യം പിടിക്കാൻ പോയി. പിന്നെ വല ഉപേക്ഷിച്ചു, വള്ളം ഉപേക്ഷിച്ചു, മത്സ്യം പിടിക്കുന്ന ജോലി ഉപേക്ഷിച്ചു കളഞ്ഞതല്ലേ? പിന്നെ രാത്രിയിൽ എന്തിനാണ് പോയത്? യേശുവിനെ വിട്ടുമാറിയതുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. യേശുവിനെ വിട്ടുമാറിയിരിക്കുന്നത് കൊണ്ട് പഴയ ജോലിയും പഴയ ആ വള്ളവും വലയും
ഒക്കെയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദയവ് ചെയ്ത് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ വിട്ടുമാറിയിരിക്കുന്നു. നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവനായ, നിന്നെ രക്ഷിച്ചവനായ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചവനായ യേശുക്രിസ്തുവിനെ നീ വിട്ടുമാറിയിരിക്കുന്നു. ദയവ് ചെയ്ത് കേൾക്കുക പ്രിയ ദൈവമക്കളെ. ദൈവത്തെ സേവിക്കേണ്ടി വരുമ്പോൾ, ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ടതായ പണികളുണ്ട്. കുടുംബത്തെ പോറ്റേണ്ടതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതായ സമയമുണ്ട്. ആ ദിവസം പത്രോസ് തന്റെ വല വൃത്തിയാക്കുകയല്ലാതെ നാളെ ഒരു ദിവസം വീണ്ടും ചെന്നിട്ട് വല പിടിക്കുവാനുള്ളതായ അവസരം അവനില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു, എന്നാൽ ഒരു മത്സ്യത്തെപ്പോലും അവന് കിട്ടിയില്ല. നിരാശ കൊണ്ട് ഭാരപ്പെട്ടിരിക്കുകയാണ്. കൈകൾ ശൂന്യമായിരിക്കുന്നു, വല ശൂന്യമായിരിക്കുന്നു, പടക ശൂന്യമായിരിക്കുന്നു, വിശന്ന് വലഞ്ഞിരിക്കുന്നു, കഷ്ടതയുടെ നടുവിലായിരിക്കുന്നു, ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, എന്റെ ദൈവവേല എനിക്കൊരു സഹായം ചെയ്യാമോ? നിന്നെ സഹായിച്ചുകൊണ്ട് നിന്റെ വേല ചെയ്തുകൊണ്ട് പോയാൽ എന്റെ കാര്യം എന്താകും? അവൻ നിസ്സഹായ സ്ഥിതിയിലായിരിക്കുന്നു, അവൻ നിരാശയിലായിരിക്കുന്നു. രാവ് മുഴുവനും അവൻ കഷ്ടപ്പെട്ടിട്ടും യാതൊരു ഫലവും ലഭിക്കാത്തതായ പരാജയത്തിലായിരിക്കുന്നു. എന്നാൽ പത്രോസിലുണ്ടായിരുന്ന വലിയൊരു ശ്രേഷ്ഠത എന്താണെന്ന് വെച്ചാൽ, രാവ് മുഴുവനും അവൻ കഷ്ടപ്പെട്ടിട്ടും പരാജയം സംഭവിച്ചുവെങ്കിലും, അവൻ വിശന്നിരുന്നിട്ടും ക്ഷീണിതനായിരുന്നിട്ടും യേശു കർത്താവ് അവനെ വിളിച്ചപ്പോൾ മറുത്തൊന്നും പറയാതെ പത്രോസ് മുൻപോട്ട് വന്നു. അതാണ് പത്രോസിലുള്ളതായ മഹത്വം. ദൈവവേല ചെയ്യുന്ന ആളുകൾ ദൈവവേലയിൽ ഭാഗവാക്കാകുന്ന സമയത്ത് ചില സമയം ആരെങ്കിലും വരാതിരിക്കുകയാണെങ്കിൽ, ദൈവവേല വിട്ട് അകന്നു പോവുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് നീ വരാത്തത്? എന്തിനാണ് നീ താമസിച്ച് വരുന്നത്? എന്തുകൊണ്ട് നീ ഊർജ്ജസ്വലനായിരിക്കുന്നില്ല, ദൈവവേലയിൽ നന്നായിട്ട് ഭാഗവാക്കാകുന്നില്ല എന്ന് ചോദിച്ചാൽ എത്രയോ കഥകളാണ് അവർ പറയുന്നത്. എന്നാൽ കേൾക്കുക, ആ ദിവസം യേശു കർത്താവ് പത്രോസിനെ വിളിച്ചപ്പോൾ തനിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. എന്തെന്നാൽ താൻ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ കൂടി പോകുന്നു. താൻ വിചാരിച്ചതായ പ്രതിഫലം ലഭിച്ചില്ല. താൻ വിചാരിച്ചതുപോലെ നടന്നില്ല. വ്യാപാരത്തിൽ എന്താണോ താൻ ആഗ്രഹിച്ചത് അതുപോലെ നടന്നില്ല. മത്സ്യം പിടിക്കുവാൻ ആഗ്രഹിച്ചു, അത് വിൽക്കുവാൻ ആഗ്രഹിച്ചു, ആ പണം കൊണ്ട് കുടുംബം നോക്കാൻ ആഗ്രഹിച്ചു, നടന്നില്ല. ഒരു വശത്ത് നിരാശ, രാത്രി മുഴുവനും കഷ്ടപ്പെട്ടും ഒരു മത്സ്യത്തെ പോലും കിട്ടില്ല, മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. അവൻ ദുഃഖത്തിലാണ്, വിചാരിച്ചതുപോലെ നടന്നില്ല, ദുഃഖത്തിലായിരിക്കുന്നു. അവൻ നിരാശയിലായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്നു, അവൻ ബലഹീനനായിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് യേശുക്രിസ്തു വന്നിട്ട്, വരൂ, ദൈവവേലയിൽ ഒന്ന് സഹായിക്കുക. അത് കേട്ടപ്പോൾ, എന്താണ് നീ പറയുന്നത്? എന്റെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? മത്സ്യത്തെ കൊണ്ട് നിറയേണ്ടിയിരിക്കുന്നതായ എന്റെ വലയിൽ ഇപ്പോൾ ചപ്പും ചവറുകളുമാണ്. അത് ക്ലീൻ ചെയ്തിട്ടല്ലാതെ നാളെ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ കഴിയില്ല. ഇവയെല്ലാം ഉപേക്ഷിച്ച് നിന്റെ വേല ചെയ്തുകൊണ്ട് ഇരുന്നാൽ ഞങ്ങളുടെ കാര്യം എന്താകും? ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുവാനുള്ളതായൊരു അവകാശമുണ്ടെന്നാൽ അവൻ ചോദിച്ചില്ല. താൻ നിരാശയിലും ദുഃഖത്തിലും ആകുതിയിലും സമാധാനമില്ലാത്ത സമയത്തിലുമായപ്പോൾ, വിശന്ന് വലഞ്ഞ് സാമ്പത്തികമായി ഒന്നുമില്ലാത്തതായ ഒരു സാഹചര്യം തൻ്റെ കൺമുൻപിൽ കാണുന്നതായ അതേ സമയത്തും യേശു പറയുകയാണ്, നീ ഒന്ന് വരിക, നിന്റെ പടകെനിക്ക് വേണം. അത് അല്പം മുൻപോട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് എനിക്ക് വചനം സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാകട്ടെ കർത്താവേ. അവൻ വല വശത്തേക്ക് മാറ്റി. യേശുവിന് വേണ്ടി സഹായം ചെയ്യുവാൻ, ദൈവവേലയിൽ ഭാഗവാക്കാകാനായിട്ട് വീണ്ടും വന്ന് ആ പടക മുൻപോട്ട് മാറ്റി. യേശു അവിടെ ഇരുന്ന് വചനം സംസാരിച്ചു. എന്നാൽ ആരാണോ തൻ്റെ വേല ചെയ്യുവാനായിട്ട് തന്നെ സഹായിച്ചത്, ആ പത്രോസിനെ കർത്താവ് മറന്നുപോകാനിടയായില്ല. വചന ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ തന്നെ, പത്രോസേ വരൂ, അടുത്തിലേക്ക് പോകാം. എന്തിനാണ്? മത്സ്യം പിടിക്കാം. കർത്താവേ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇന്ന് നമ്മുടെ മതിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ബ്രദർ, കഴിഞ്ഞ വർഷം മുഴുവനും ഞാൻ അധ്വാനിച്ചു ബ്രദർ, ജോലി കിട്ടിയില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് കടം വാങ്ങിയിട്ടാണ് ബിസിനസ് ചെയ്തത്, ഒരു രൂപ പോലും ലാഭം കിട്ടിയില്ല. കഴിഞ്ഞ വർഷം മുഴുവനും പ്രതീക്ഷയോടുകൂടി ഉദരബലത്തിനു വേണ്ടി കാത്തിരുന്നു ബ്രദർ, ഒരു ശുഭവാർത്തയും കേൾക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം മുഴുവനും എൻ്റെ കഷ്ടതകൾ മാറിപ്പോകുമെന്ന് പറഞ്ഞ്, എൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരുമെന്ന് പറഞ്ഞ്, കുടുംബത്തിന് ഒരു വഴി തുറന്നു കിട്ടും, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എല്ലു നുറുങ്ങ പണിയെടുത്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടായില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഇന്നലെ മുഴുവനും മിനിഞ്ഞാന്ന് മുഴുവനും അധ്വാനിക്കാനിടയായി. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 5 വർഷങ്ങളായിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണ്, എന്നാൽ ഒരു ഫലവുമില്ല എന്ന് പറയുന്നവർ നമ്മുടെ മധ്യയിലുണ്ടോ? ദയവുചെയ്ത് കേൾക്കുക.
തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് പത്രോസ് യേശുക്രിസ്തുവിനെ ദൈവവേലയ്ക്ക് സഹായിച്ചു. തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത്, മാനസികമായി ശാരീരികമായി താൻ നിരാശപ്പെട്ടിരുന്ന സമയത്ത് യേശു വിളിച്ചപ്പോൾ മടികൂടാതെ വരാനിടയായി. പ്രിയ സഹോദരീ സഹോദര, അന്ന് പത്രോസ് യേശുവിൻ്റെ വാക്കിന് വില കൊടുത്തു. അവൻ വചനം സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നവൻ മനസ്സിലാക്കി. നിരാശയിലും ദുഃഖത്തിലും പത്രോസ് തളർന്നു പോയിരുന്ന സമയത്ത് യേശു അവനൊരു അവസരം കൊടുക്കുകയാണ്. പത്രോസ് എന്നെ വിട്ട് അകന്നു പോവുകയാണ്, എൻ്റെ വിളിയെ വിട്ട് അകന്നു പോവുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കർത്താവ് ആ പത്രോസിനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് തന്നെ ഇറങ്ങിവരാനിടയായി. ആ സമുദ്രത്തിൻ്റെ തീരത്ത് എവിടെ വേണമെങ്കിലും വചനം പറയാം. പത്രോസിൻ്റെ അരികിൽ തന്നെ വന്ന് പറയണമെന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ തന്നെ നിന്ന് പറയുന്നത്? തന്നെ വിട്ട് അകന്നു പോയവനായ പത്രോസിനെയും കൂടെയുള്ളവരെയും വീണ്ടും തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിച്ചാണ്. പ്രിയ സഹോദരീ സഹോദര, നീ ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് വീണ്ടും നിന്നെ അവൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എത്രത്തോളം ദാഹിക്കും, എത്ര ആഗ്രഹിക്കുമെന്നറിയാമോ? ഇന്നവൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം കേൾക്കുവാൻ ഇടയാക്കുന്നത്. നീ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിട്ട് അകന്നു പോകുന്നു. അങ്ങനെ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിരാശയും ആകുലതയും മരവിച്ച അവസ്ഥയുമുള്ളത്, സാമ്പത്തികമായി തകർന്നു പോയ സ്ഥിതിയുള്ളത്, വിശന്ന് ദാഹിച്ച് വലയുന്നതായ അവസ്ഥ ഉണ്ടായത്. കാരണം അറിയാമോ? നീ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നത് കൊണ്ട്, ലോകത്തിലേക്ക് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്, സുഖത്തിന് ആഡംബരത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ടാണ്. അന്ന് പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയാസും വാസ്തവത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടതായ ആളുകളാണ്. യേശുവിൻ്റെ കൂടെ വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നവരാണ്. അവരുടെ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവരാണ്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും പിന്മാറിപ്പോയി. പിന്മാറിപ്പോയതുകൊണ്ട് എന്താണ് അവർക്ക് ലഭിച്ചത്? ഒരു മത്സ്യത്തെപ്പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. നിരാശയും ആകുലതയും. തന്നെ വിട്ട് അകന്നു പോയതായ ആളുകളുടെ അടുക്കലേക്ക് യേശു വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തെ വിട്ട് അകന്നു പോയതായ നിന്റെ അരികിലേക്ക് ഈ ദിവസം യേശുക്രിസ്തു വരികയാണ്, നിന്നെ വീണ്ടും അവനോട് അടുപ്പിക്കുവാൻ. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിനക്ക് നൽകാനായി യേശു നിന്റെ അരികിലേക്ക് വന്നതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. അന്ന് പത്രോസ് ചെയ്തതായ വൻ കാര്യം എന്തായിരുന്നു? നിരാശയിലും ദുഃഖത്തിലും ആകുലതയിലും ആയിരുന്നപ്പോഴും, പത്രോസേ, എൻ്റെ ദൈവവേലയിൽ കുറച്ച് സഹായം ചെയ്യാമോ? ഇതിലെന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, അതേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ വള്ളം മുൻപോട്ട് നീക്കി യേശുവിന് വചനം സംസാരിക്കുവാൻ അന്ന് പത്രോസ് യേശുവിനെ സഹായിച്ചു. അത് കണ്ടതാ യേശു പറഞ്ഞു, പത്രോസേ, നീ വരിക, നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം, നീ വരിക. എവിടേക്കാണ് കർത്താവ്? രാത്രി മുഴുവൻ നീ കഷ്ടപ്പെട്ടല്ലോ, നമുക്ക് മത്സ്യം പിടിക്കാൻ പോകാം, വരൂ. ഒരു മത്സ്യം പോലും കിട്ടില്ലപ്പാ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കനുസരിച്ച്. നമുക്കറിയാം, പകൽ മത്സ്യത്തെ കിട്ടില്ല, രാത്രിയിൽ മാത്രമേ പിടിക്കാൻ കഴിയൂ. കാരണം നീ വലയിടുമ്പോൾ രാത്രിയിൽ മത്സ്യങ്ങൾ വല കാണുകയില്ല. പകൽ വല വീശുകയാണെങ്കിൽ ആ സൂര്യൻ്റെ പ്രകാശത്തിൽ വലകൾ കാണുന്നത് കൊണ്ട് മത്സ്യങ്ങൾ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് പകൽ സമയത്ത് മത്സ്യം കിട്ടുകയില്ല. എന്നാൽ എൻ്റെ കർത്താവ് വിചാരിച്ചാൽ പകൽ സമയത്തും മത്സ്യത്തെ കിട്ടും. അവൻ്റെ വേലയിൽ നീ ഭാഗവാക്കായാൽ, അവൻ്റെ വാക്കിനെ അനുസരിച്ചാൽ, അവൻ പറയുന്നത് പോലെ നീ ചെയ്താൽ, ബ്രദർ, ഇത് സീസണല്ല, ഇത് അൺസീസണാണ്. എന്നാൽ അൺസീസണിൽ പോലും ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ മതിയായവനാണ്. യേശു പറഞ്ഞതുപോലെ പത്രോസ് വല വീശിയപ്പോൾ വള്ളം മുങ്ങുമാറ് പെരുത്തതായ, എന്താണ്, വലകൾ പൊട്ടുമാറ്, പടക് നിറയുമാറ് മത്സ്യത്തെ കിട്ടി. പ്രിയ സഹോദര സഹോദരി, നിന്റെ വ്യാപാരത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു രഹസ്യമേ ഉള്ളൂ. നീ കർത്താവിൻ്റെ അരികിലേക്ക് വരണം. നിന്റെ ജീവിതമാകുന്ന പടകിൽ കർത്താവിന് നീ ഇടം കൊടുക്കണം. അതേ പടക് വെച്ച് രാത്രി മുഴുവനും പത്രോസും കൂടെയുള്ളവരും അധ്വാനിച്ചു. എന്നാൽ ഒരു മത്സ്യം പോലും കിട്ടിയില്ല. എന്നാൽ അതേ പടകുമായിട്ട് ഇപ്പോൾ പോയപ്പോൾ ഇതാ മത്സ്യം കൂട്ടം കൂട്ടമായിട്ട് വന്ന് നിറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ പത്രോസ് പോയപ്പോൾ ആ പടകിൽ യേശു ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ യേശുവുണ്ട്. ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പ്രതിഫലം കാണാത്തതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ യേശു നിന്റെ ജീവിതമാകുന്ന പടകിൽ ഇല്ലാത്തതാകാം. അല്ലെങ്കിൽ യേശു പറഞ്ഞതിന് എതിരായിട്ട് നീ പ്രവർത്തിച്ചത് കൊണ്ടാകാം.
യേശുവിൻ്റെ വാക്കിനെ നീ മറികടന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ യേശുവിനെ കേൾക്കാതെ നീ പോയതുകൊണ്ടാകാം. യേശു നിന്നെ ഏൽപ്പിച്ചതായ വേലയെ ഉപേക്ഷിച്ചിട്ട് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ മുൻപോട്ട് പോയതുകൊണ്ടായിരിക്കാം. ഈ ദിവസം കയ്യിൽ നയാ പൈസയില്ലാതെ, നിരാശയോടെ, ദുഃഖത്തോടെ, തളർന്നുപോയി, ഭാരത്തോടുകൂടി ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് നീ വന്നു എങ്കിൽ, നിന്റെ കഷ്ടത എന്തെന്ന്, നിന്റെ ദുഃഖം എന്താണെന്ന്, നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. വരൂ, നിന്റെ പടകിലേക്ക് ഞാൻ പ്രവേശിക്കാം. ആ പടകിപ്പോൾ ശൂന്യമാണല്ലോ. നിന്റെ ജീവിതമാകുന്ന പടകിപ്പോൾ ശൂന്യമായി കിടക്കുന്നല്ലോ. ആ പടകിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ ആ പടക് മുങ്ങിപ്പോകുമാറ് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കാം. വരൂ. ആ ദിവസം പത്രോസ് തന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തതായ സമൃദ്ധിയെ കണ്ടു. തന്റെ വ്യാപാരത്തിൽ ഇതുവരെ താൻ കാണാത്തതായ, ഇതുവരെ പിടിക്കാത്ത രീതിയിലുള്ള പെരുത്ത മീൻകൂട്ടം പിടിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണമറിയാമോ? ആ പടകിൽ യേശുവുണ്ട്. ഇന്ന് നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശുവിന് കാൽ വയ്ക്കാൻ ഇടം കൊടുത്താൽ, അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെങ്കിൽ, അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, പ്രിയ സഹോദര സഹോദരി, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ വ്യാപാരത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ ജോലിയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ പ്രവൃത്തിയിൽ ദൈവം അത്ഭുതം ചെയ്യും. വ്യക്തിപരമായി നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റിയെടുക്കും. അങ്ങനെയുള്ള ജീവിതം എനിക്ക് വേണമെന്ന് പറയുന്നവർ മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിക്കുക. യേശുവേ, നീ വളരെ വ്യക്തമായി സംസാരിച്ചല്ലോ, ലളിതമായി സംസാരിച്ചല്ലോ, എന്നോട് തന്നെ സംസാരിച്ചുവല്ലോ. കർത്താവേ, ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതായ ഈ നിരാശയ്ക്ക്, ഈ ആകുലതയ്ക്ക് കാരണം നിന്നെ അകറ്റിക്കളഞ്ഞതുകൊണ്ടാണ്, നിന്റെ വാക്കനുസരിക്കാതെ ഇരുന്നത് കൊണ്ടാണ്, നിന്റെ ഹിതപ്രകാരം ജീവിക്കാതെ ഇരുന്നത് കൊണ്ടാണ്. കർത്താവേ, നിന്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കേണ്ടിയിരുന്ന സമയത്ത്, നിന്റെ വേലയിൽ സഹകരിക്കേണ്ടിയിരുന്നതായ സമയത്ത്, നിന്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിയിൽ കൈത്താങ്ങ് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത്, സ്വാർത്ഥതയോടുകൂടി എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചു, നിന്നെ വിട്ടുമാറാനിടയായി, നിന്റെ സുവിശേഷത്തെ മാറ്റിവെച്ചു, സാക്ഷ്യത്തെ പണയപ്പെടുത്തി എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ശ്രമിച്ചല്ലോ. അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. ഇന്ന് നീ എന്നോട് വ്യക്തമായി സംസാരിച്ചല്ലോ. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാട്ടണമേ. വീണ്ടും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിയിൽ, വ്യാപാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ശുശ്രൂഷയിൽ നീ കടന്നു വരണമേ. നീ കടന്നു വന്നെങ്കിൽ മാത്രമേ നിന്റെ അനുഗ്രഹം കാണാൻ കഴിയുകയുള്ളൂ, നിന്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയൂ. കർത്താവേ, ഞാൻ നിന്നെ അനുസരിക്കുന്നു. ഞാൻ നിന്റെ ഹിതം ചെയ്യാം. നിന്റെ വേലയ്ക്കായി, സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കായി ചെയ്യുവാൻ കഴിയുന്ന സഹായം ചെയ്യാം, കൈത്താങ്ങ് കൊടുക്കാം. ദൈവവേലയിൽ വളരെ വിശ്വസ്തയോടുകൂടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യാം. യേശുവേ, നിന്നെ വിട്ടകന്നു പോയതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. നിന്നെ വിട്ടുമാറിപ്പോയതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ അന്ത്യശ്വാസം വരെയും ഒരിക്കലും നിന്നെ വിട്ടുമാറുകയില്ല. നിനക്ക് വേണ്ടി തന്നെ ജീവിക്കും, നിന്റെ സാക്ഷിയായി തന്നെ ജീവിക്കും. അതിനുള്ള മഹാഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.